blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, കാക്കനാട് നിന്നുള്ള തനു തോമസിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രോപ്പർട്ടി വിൽക്കപ്പെടേണ്ടതിന് കർത്താവെ അങ്ങൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും ദൈവമേ അനുഗ്രഹത്തെ ചൊരിഞ്ഞ് വേഗത്തിൽ മറുപടി ലഭിക്കാൻ, ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് തനു തോമസ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് episode. God bless you abundantly. ബ്രദർ, ഈ സഹോദരന്റെ പേര് ചന്ദ്രൻ. തിരുവനന്തപുരത്തുള്ള പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ സഹോദരൻ വരുന്നത്. ഇദ്ദേഹം കൂലിപ്പണി ചെയ്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ 3 മാസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങുന്ന സമയത്ത് തന്റെ BP വല്ലാതെ കൂടി. BP കൂടിയതുപോലെ തന്റെ തലയിൽ ബ്ലഡ് കോട്ടായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റായി. 10 ദിവസം താൻ അവിടെ കിടന്നു. തന്റെ ഇടതുഭാഗം പൂർണ്ണമായും തന്നെ തളർന്നുപോയി. അത് താൻ കിടപ്പിൽ നിന്ന് എണീക്കാനോ തന്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ സാധ്യമല്ലാതെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തലയിൽ ബ്ലഡ് കോട്ടായി ഒരു വശം തളർന്നു കിടക്കുന്ന ഒരു രോഗിയെ ഇപ്പോൾ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം ബ്ലെസ്സിംഗ് ടുഡേ കാണുമ്പോൾ അതെ, അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് ആഴ്ചകൾക്ക് ശേഷം തന്റെ കൈകാലുകൾ അനങ്ങാൻ തുടങ്ങി. തന്റെ ശരീരങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലായി. തനിപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ബൈക്ക് ഓടിച്ചാണ് ഇവിടെ വന്നത്. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്തുള്ള തമ്പാനൂരിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് ഇദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ ഇദ്ദേഹം യേശുവിന് വേണ്ടി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വരുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവസ്ഥ എന്തായിരുന്നു? സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം. എന്നിട്ട് ഈ വ്യത്യാസം വന്നതൊന്ന് ഈ ഇരിക്കുന്ന ജനത്തോടൊന്ന് പറഞ്ഞേ. അതോടെ പ്രാർത്ഥിച്ച പിന്നെ കുറച്ച് മാറ്റം. ജോലിക്ക് പോകാൻ തുടങ്ങി, വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഈ കൈയൊന്നും അനങ്ങില്ലായിരുന്നു. ഇല്ല, പൊക്കാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് പൊക്കി നോക്കി. ഈ കാലനങ്ങുന്നുണ്ടോ എന്ന് നോക്കി. ഒന്ന് ചാടി നോക്കി. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം പഴയതുപോലെയായി. എത്രയോ പേർ ഒരു വശം തളർന്ന് ഇന്നും ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ച ഈ സഹോദരനെ, വിശ്വസിച്ച ഈ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഹല്ലേലൂയ. കർത്താവ് ഈ സഹോദരൻ ജീവനോടെ 2 വശത്തും സ്വാധീനമുള്ളവനായി, സംസാരിക്കുന്നവനായി, ആരോഗ്യമുള്ളവനായി, ബൈക്ക് ഓടിക്കുന്നവനായി, ജോലി ചെയ്യുന്നവനായി വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. എന്ന് മാത്രമല്ലല്ലോ കർത്താവെ, താൻ ഒരു ബ്ലെസ്സിംഗ് സെന്ററിൽ ഇന്ന് ശുശ്രൂഷിക്കുന്നു. കർത്താവെ, ഒരു 2ാം ജന്മം പോലെ കർത്താവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം കർത്താവെ, ഈ സാക്ഷ്യം കാണുന്ന ലോകത്തിൽ എവിടെയും
വലിയ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കട്ടെ. ഒരു വശം തളർന്നു പോയവർ, സ്ട്രോക്ക് ഉണ്ടായവർ, ബ്രെയിനിൽ ഹെമറേജ് ഉണ്ടായവർ, ഏതെങ്കിലുമൊക്കെ നിലയിൽ വൈകല്യങ്ങൾ വന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നല്ലവരുടെ മേലും തിന്മ ചെയ്യുന്നവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പാപം ചെയ്ത് എത്രയോ പേരുണ്ട്. ഓക്കെ നീതിമാന്മാർക്ക് മാത്രം സൂര്യപ്രകാശം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തടുത്തു നിർത്തുന്നില്ല. പകരം ദൈവം എല്ലാവർക്കും സൂര്യപ്രകാശം നൽകുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവം മഴ നൽകുന്നു, എല്ലാവർക്കും ദൈവം കൊയ്ത്തു നൽകുന്നു. ഇതൊന്നും കർത്താവ് പിടിച്ച് മാറ്റിവെക്കുന്നില്ല. ദൈവം കലവറ കൂടാതെ സകലർക്കും സകലവും നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവ് വേണം. അപ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകും. എന്ന് മാത്രമല്ല, ഈ ദൈവത്തോട് ചോദിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, വലിയ കാര്യങ്ങളും ചോദിക്കാം. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്ന നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ അനുവദിക്കാത്ത അതിനപ്പുറത്തേക്ക് വരെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ മാതാപിതാക്കൾ വലിയ ദാരിദ്ര്യത്തിലായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ വലിയ ദാരിദ്ര്യത്തിലായിരിക്കാം ജീവിച്ചത്. ആ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ചെറുതായി പോകും. അയ്യോ, എൻ്റെ പാരൻസൊക്കെ ഇത്രയും ലെവലിലേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിന് പറ്റിയ രീതിയിൽ കൊച്ചു കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് ചോദിച്ചാൽ മതി. നോ, മാതാപിതാക്കളുടെ ലെവൽ ഇതാണെങ്കിൽ അതിനപ്പുറത്ത് ഉയർന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ ദൈവത്തിന് സാധിക്കും. കാരണം നിന്റെ ഭാവി അവരുടെ ഭൂതത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, നിന്റെ ഭാവി ഈ വലിയ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതെത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. എന്തിനു പറയുന്നു? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വലിയ ജനമായി, ഇസ്രായേൽ ജനം എന്ന രീതിയിൽ വലിയൊരു രാഷ്ട്രമായി ജനലക്ഷങ്ങളായി തീർന്ന സമയത്ത് അവരെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയ ചരിത്രം ഉൽപ്പത്തി കഴിഞ്ഞ് പുറപ്പാട് പുസ്തകത്തിൽ, അതിനുശേഷമുള്ള ലേവ്യ പുസ്തകത്തിൽ, അതിനുശേഷമുള്ള ആവർത്തന പുസ്തകത്തിലൊക്കെ നന്നായി, സംഖ്യാപുസ്തകത്തിലെല്ലാം വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. 40 വർഷങ്ങൾ ഈ ജനത്തെ നടത്തി. ഒരാളെയല്ല, രണ്ടാളെയല്ല, ഒരു കുടുംബത്തെയല്ല, 100 പേരെയല്ല, ലക്ഷക്കണക്കിന് പേരെ. എങ്ങനെയാ ദൈവം നടത്തിയത്? ആ മരുഭൂമിയിൽ ഒരു കൃഷിയുമില്ലാത്ത സ്ഥലത്തൂടെ, ഒരു വെള്ളവുമില്ലാത്ത സ്ഥലത്തൂടെ ഇത്രയും ലക്ഷങ്ങൾക്ക് ആവശ്യമുള്ള സകലവും നൽകി കർത്താവ് നടത്തി. ഹല്ലേലൂയ. അതിൽ നിന്ന് എന്താ കാണിക്കുന്നത്? ഒരു സാധ്യതയും ഇല്ലെങ്കിലും, ചുറ്റും നോക്കിയാൽ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ദൈവത്തിന് അസാധ്യതകളുടെ നടുവിൽ ഏറ്റവും അനുഗ്രഹിച്ച് വേണ്ടതെല്ലാം നൽകി നിന്നെ നടത്താൻ ദൈവത്തിന് സാധിക്കും. ഇനി പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? വീണ്ടും കൈകളെ വീശി ദൈവത്തിന് സ്തുതിക്കാം. കൈകൾ അടിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്രയോ വലിയ അനുഗ്രഹമായി ദൈവത്തിന് നമ്മെ നടത്താൻ കഴിയും. ഒറ്റ കാര്യം മാത്രം, സാഹചര്യങ്ങളെ നോക്കി ദൈവത്തെ ചെറുതാക്കരുത്. ചുറ്റുപാട്, ഞാൻ ഇന്ന പഞ്ചായത്തിലല്ലേ, അവിടെ ഇത്രയൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ, അവിടെ നിന്ന് ആരും ഇന്ന് വരെ വലിയ ആളുകളായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ശവപ്പെട്ടി കയറിക്കോളാം എന്നാരും തീരുമാനിക്കരുത്. ഒരു ദൈവമുണ്ട്, ആ ദൈവം വലിയ ദൈവമാണ്. അഗതിയെ കുപ്പക്കുഴിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ വീട്ടിൽ ആരും രാജാക്കന്മാരല്ല, തൻ്റെ അപ്പൻ രാജാവായിരുന്നില്ല, അമ്മ രാജ്ഞി ആയിരുന്നില്ല, തൻ്റെ മൂത്ത ബ്രദേഴ്സ് ആരും
രാജകുമാരന്മാരായിരുന്നില്ല. രാജാവാകാനുള്ള ഒരു പഠനവും തനിക്കുണ്ടായിട്ടില്ല. വെറും ഇടയബാലനായിരുന്നു ദാവീദ്. എന്നാൽ ദൈവത്തിലേക്ക് നോക്കി, ദൈവമാണ് അവൻ്റെ എല്ലാമെന്ന് മനസ്സിലാക്കി, എല്ലാവരും മാറിയിരിക്കുമ്പോൾ അവൻ ഒരു ഭാഗത്തേക്ക് മാറി ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ മുന്നിലേക്ക് പോയപ്പോൾ രാജാക്കന്മാരില്ലാത്ത വീട്ടിൽ നിന്നും ദാവീദിനെ ദൈവം രാജാവായി ഉയർത്തി. സാഹചര്യം നോക്കിയാൽ ഇതിനൊന്നിനും യാതൊരു അർഹതയുമില്ല. ഹല്ലേലൂയ. ആട്ടിൻ തൊഴുത്തിൽ കിടന്നിരുന്നവനെ രാജകീയ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയത് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി. സംശയം, ആ ദൈവത്തെ തന്നെയല്ലേ നമ്മളും സേവിക്കുന്നത്? നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ഈ ദൈവത്തിന് സാധിക്കില്ലേ? ആർ അവനിൽ ആശ്രയിച്ചാലും, ആരവനോട് പ്രാർത്ഥിച്ചാലും, ആരവനെ ആരാധിച്ചാലും, ഈ നന്ദിയോടുകൂടെ ജീവിച്ചാലും ദൈവം അവരെയും ഉയർത്താൻ ശക്തനാണ്. നമ്മുടെ ദൈവം താഴ്വരയുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ഉന്നതികളുടെ ദൈവമാണ്. അവൻ ഇരിക്കുന്നത് താഴ്വരയിലല്ല, ഉന്നതമായ സ്ഥലത്ത്. അത്യുന്നതനായി അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. കൈകൾ തട്ടി വീണ്ടും കർത്താവിന് നന്ദി പറയാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ചുറ്റും നോക്കുമ്പോൾ സാധാരണ കിട്ടുവാനുള്ള ഒരു അവസ്ഥയും ഇല്ലെങ്കിൽ അസാധാരണമായ രീതിയിൽ കർത്താവ് ചെയ്യും. ഉദാഹരണത്തിന്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ചേർന്ന് സുവിശേഷം പ്രസംഗിച്ച് വചന സന്ദേശങ്ങൾ അറിയിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ആയിരങ്ങൾ വചനം കേൾക്കുവാൻ തടിച്ചുകൂടി. അവർ ദിവസങ്ങൾ, ചിലപ്പോഴൊക്കെ 3 ദിവസം ഒറ്റയടിക്ക് യേശുവിൻ്റെ സന്ദേശങ്ങൾ അവർ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ തീർന്നുപോയി. ഭക്ഷണം മുഴുവൻ തീർന്ന് കുഞ്ഞുങ്ങൾക്ക് വിശപ്പായി, സകലരും ശാരീരികമായി തളരുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. പക്ഷേ അവർ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഇത്രയും ജനത്തിന്, പുരുഷന്മാർ തന്നെ ഏതാണ്ട് 5000-ഓളം ഉണ്ട്, സ്ത്രീകളും കുട്ടികളും വേറെയാണ്, എല്ലാം കൂടെ ആയിരക്കണക്കിന് പേർക്ക് അല്പമെങ്കിലും ഭക്ഷണം കൊടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് വേണം. മാത്രമല്ല, കാശ് കയ്യിലുണ്ടെങ്കിലും ഇത്രയും ഭക്ഷണം പെട്ടെന്ന് എവിടെ നിന്ന് ലഭിക്കും? ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക. നാച്ചുറലായി, സ്വാഭാവികമായി നോക്കിയാൽ ഒരു സാധ്യതയും ഇല്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് സൂപ്പർ നാച്ചുറലായി അവർക്ക് ഭക്ഷണം കൊടുത്തു. എന്താ ചെയ്തത്? യേശുവിൻ്റെ ചോദ്യം, നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ അപ്പമോ മീനോ എന്തെങ്കിലും ഉണ്ടോ? അവർ അവിടെ മുഴുവൻ നോക്കി. അപ്പോഴാണ് ഒരു ചെറു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 ചെറു മീനുകളും ഉണ്ടായിരുന്നു. അതുമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. നോക്കിയേ, യേശുവിൻ്റെ കയ്യിൽ 5 ബ്രെഡ് ഇരിപ്പുണ്ട്, 2 മീൻ ഇരിപ്പുണ്ട്. മുമ്പിലിരിക്കുന്നത് എത്ര പേരാ? ആയിരക്കണക്കിന് വിശക്കുന്ന വയറാണ് മുമ്പിലിരിക്കുന്നത്. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നാൽ യേശുവിനെ വരെ വേണമെങ്കിൽ കടിച്ചു തിന്നുകളയും. അത്രയ്ക്കും വിശപ്പോടുകൂടിയാണ് ആയിരക്കണക്കിന് പേർ അവിടെ ഇരിക്കുന്നത്. നാച്ചുറലായി കിട്ടുവാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ യേശു ചെയ്തത് എന്തെന്നറിയാമോ? യേശു ചെയ്തത് ആ 5 അപ്പത്തെയും 2 മീനിനെയും ദൈവത്തിന് സ്തോത്രം ചൊല്ലിയപ്പോൾ വാഴ്ത്തി, അതിനുശേഷം അവരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഈ അപ്പം പെരുകാൻ തുടങ്ങി, മീൻ പെരുകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതെല്ലാം പെരുകി പെരുകി അവർ മുഴുവൻ കഴിച്ച് തീർത്ത ശേഷം 12 കൊട്ട നിറയെ ബാക്കി വന്നു. വീട് പണിയാൻ തുടങ്ങുമ്പോൾ, മകളുടെ വിവാഹം നടത്താൻ തുടങ്ങുമ്പോൾ, ഒരു കോഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കയ്യിലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. യേശു കൊണ്ട് പറഞ്ഞ, കർത്താവേ, ഇതൊന്നും വർദ്ധിപ്പിച്ച് വിവാഹം കഴിയുമ്പോൾ ബാക്കി പണം ബാങ്കിലുണ്ടായിരിക്കണം. കർത്താവ്, ഈ വീട് പണി കഴിയുമ്പോൾ ബാക്കി FD ഇടാൻ ഉണ്ടായിരിക്കണം. കർത്താവ്, ഈ കോഴ്സ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തു വന്നാലും പണം തീരരുത്. അതുപോലെ പ്രവർത്തിക്കാൻ ഇന്നും യേശുവിന് ശക്തിയുണ്ട്. അവൻ്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. 21-ാം നൂറ്റാണ്ടിലും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. പോരാ പോരാ പോരാ, ഈ യേശുവിന് കൊടുക്കേണ്ട കയ്യടി ഇതൊന്നുമല്ല. വിശ്വാസമുണ്ടെങ്കിൽ വീട്ടമ്മമാരെ, കുടുംബനാഥന്മാരെ, ഈ യേശുവിനൊന്ന് ആരാധിച്ചു നോക്ക്, യേശുവിനോടൊന്ന് പറഞ്ഞു നോക്ക്. ഇല്ലായ്മകളുടെ നടുവിൽ സൂപ്പർ നാച്ചുറലായി അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് സാധിക്കും. ഹാഗാർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. മകൻ ഇസ്മായേൽ വെള്ളം കിട്ടാതെ കിടന്ന് കരയുകയാണ്.
കൊടുക്കുവാൻ കയ്യിലൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലില്ല, ഒന്നും കയ്യിലില്ല. അവൾ നിലവിളിച്ചപ്പോൾ മുമ്പിൽ കർത്താവ് ഒരു നീരുറവ് കാണിച്ചു കൊടുത്തു. ഇന്നും അത് അറേബ്യ ദേശത്തുണ്ട്. ഹല്ലേലൂയ. അതിലെ വെള്ളം ഇന്നും വറ്റിപ്പോയിട്ടില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ് തുറന്നു തന്നാൽ അതിനെ ആർക്കും കോരി വറ്റിക്കാൻ സാധ്യമല്ല. കാരണം നിത്യനായ ദൈവം ശാശ്വതമായ ഉറവുകൾ നിനക്ക് വേണ്ടി തുറന്നു തരും. ആർക്കും അതിനെ മണ്ണിട്ട് മൂടി നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ദൈവമാണ് തുറന്നത്, ദൈവത്തിൻ്റെ വിരലുകളാണ് കുഴിച്ചത്, ദൈവമാണ് അതിനെ കൽപ്പിച്ചാക്കിയത്. അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫൗണ്ടൻ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ തലമുറകൾക്ക് വേണ്ടി കൂടെ ഉള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു പറയുന്നു? ബൈബിൾ നന്നായി വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരെ കാണുന്നു. ശിംശോൻ, സാംസൺ എന്ന് പറയുന്ന ഒരു അഭിഷിക്തനുണ്ടായിരുന്നു. താൻ ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 ഫിലിസ്തീന്മാരെ കൊന്നു. അതിനുശേഷം താൻ ദാഹിച്ച് തകർന്ന് ഇരിക്കുന്ന സമയത്ത് ആ പച്ചത്താടി എല്ലിൽ നിന്നും വാട്ടർ ഫൗണ്ടൈൻ കർത്താവ് പുറപ്പെടുവിച്ചു. അതുവരെ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. വേണ്ടി വന്നാൽ സൂപ്പർ നാച്ചുറലായി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ വീട്ടിൽ പ്രവർത്തിക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രവർത്തിക്കും. എവിടെ വേണമെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളൊരു സാക്ഷ്യം, ചില കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ അവർക്ക് പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാനില്ല. ഈവൻ എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ പോലും നടന്നിട്ടുണ്ട്. ഫീസ് കൊടുക്കാൻ ഇല്ലായിരുന്നു. അവസാനം ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ച്, കർത്താവേ എങ്ങനെയെങ്കിലും ഈ ഫീസ് കൊടുക്കാൻ സഹായിക്കണമേ. അവസാനം പേടിച്ച് കോളേജിൽ ചെന്ന്, അക്കൗണ്ട്സിൽ ചെന്ന്, കൗണ്ടറിൽ ചെന്ന് ബാക്കി എത്ര അരിയേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ കൗണ്ടറിലിരിക്കുന്ന വ്യക്തി പറഞ്ഞു, അരിയേഴ്സ് ഒന്നും ഇല്ല. ഇത്രയും പൈസ അടക്കാനുണ്ട്, അരിയേഴ്സ് ഒന്നുമില്ലേ? കുട്ടിയുടെ ഫീസ് ആരോ ഇവിടെ വന്ന് അടച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവം. അതെൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ മാത്രമല്ല, പല കുട്ടികളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കൊടുക്കാൻ പൈസ കയ്യിലില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ചിലരെ കൊണ്ട് നിന്റെ ഫീ അടപ്പിക്കും. നിനക്ക് വേണ്ട പുസ്തകത്തിൻ്റെ പണം കൊടുക്കും, നിനക്ക് വേണ്ട യൂണിഫോമിൻ്റെ പണം കൊടുപ്പിക്കും. അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ നിന്നും ട്രാവൽ ചെയ്ത് അമരവിള വരെ ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഏതൊരാവശ്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഈ ദൈവം? ഹി ഈസ് ദ സപ്ലയർ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മരുന്നിന് കാശില്ലേ? കുഴപ്പമില്ല, മരുന്നില്ലാതെ സൗഖ്യമാക്കാൻ കർത്താവിന് സാധിക്കും. എത്ര പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സർജറിക്ക് വേണ്ടി ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു, പക്ഷെ കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സർജറി വേണ്ട, ഞാൻ അങ്ങ് ചെയ്തേക്കാം. മനുഷ്യരുടെ MBBS ഡോക്ടർ, FRCS ഡോക്ടർ ഒന്നും വേണ്ട, സർജനും ഒന്നും ചെയ്യണ്ട, ഞാൻ അങ്ങ് ചെയ്തേക്കാം. അവിടെ ചെന്നപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ മുഴ അതിനകത്ത് കാണാനില്ല. ഹല്ലേലൂയ. അവർ പറഞ്ഞു, എല്ലാ ഉടുപ്പും ഇട്ട്, നമ്പറും ഇട്ട്, ടാഗും കയ്യിൽ കെട്ടി, മാർക്കും ചെയ്ത്, ഇവിടെയൊക്കെ വരച്ച്, ഷേവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അതേ യൂണിഫോം ഇട്ട് അതേ വണ്ടിയിൽ ആള് പുറത്തേക്ക് വരികയാണ്. ഓപ്പറേഷൻ മാത്രം നടന്നില്ല. കാരണം എന്താ? അതിനിടയിൽ യഥാർത്ഥ സർജൻ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. He is alive. This Jesus is alive. Oh my Jesus. ഇന്നും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സർജറിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ചിലർ പേടിച്ചിരിക്കുക. കർത്താവിനോട് പറ, കർത്താവ് എനിക്ക് പേടിയാ, നീ അങ്ങ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. തുറക്കേണ്ടി വരില്ല, ഹാർട്ട് തുറക്കേണ്ടി വരില്ല. ബ്ലോക്ക് മാറ്റാൻ കർത്താവിന് സാധിക്കില്ലേ? ഹല്ലേലൂയ. ഏറ്റവും വലിയ ബ്ലോക്ക് യേശു കർത്താവിന്റെ ശരീരം കല്ലറയ്ക്കകത്ത് വെച്ച ശേഷം വലിയൊരു ബ്ലോക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഒരിക്കലും ഇവൻ പുറത്തു വരികയില്ല. ഇനി ഒരിക്കലും ഇവന്റെ കൈകൾ രോഗികളെ സൗഖ്യമാക്കിയില്ല. ഇനി ഒരിക്കലും അവന്റെ വാക്കുകൾ ഭൂതങ്ങളെ പുറത്താക്കുകയില്ല. എന്നും എന്നേക്കും നസ്രായനായ യേശുവിനെ കല്ലറയ്ക്കകത്ത് അടച്ചു വെച്ച് മുദ്ര കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ബ്ലോക്ക് അവന്റെ മുമ്പിൽ വന്നെങ്കിലും പുനരുത്ഥാനത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ അവൻ എഴുന്നേറ്റു.
കല്ല്, ഏറ്റവും വലിയ ബ്ലോക്ക് ഉരുണ്ടുമാറി. അവൻ പുറത്തേക്ക് വന്നു. എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു അമരവിളയിൽ ഉണ്ട്. ഇന്ന് നിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നു, മോളെ നിനക്ക് എന്താണ് ആവശ്യം? മകനെ നിനക്ക് എന്താണ് ആവശ്യം? Tell him your need. അവൻ നിന്നെ സൗഖ്യമാക്കും. അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് വിളിക്കാം, യേശുവേ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി ഇന്നൊരത്ഭുതം ചെയ്യും. കർത്താവെ, ശിശുക്കളെപ്പോലെ വിശ്വസിക്കുമ്പോൾ അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുമല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമല്ലോ. അങ്ങനെയിൽ കർത്താവ് ഇന്ന് വിശ്വസിക്കുന്നവർക്കായി അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വളരെ സീവിയറായിട്ടുള്ള നെക്ക് പെയിൻ കർത്താവ് സൗഖ്യമാക്കുന്നു. പലപ്പോഴും കോളർ ധരിച്ചാണ് നിങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് ഒരു സൗഖ്യം നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങളില്ലാത്തവർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ രണ്ടുപേര് രണ്ട് സ്ഥലത്തായിരിക്കാം, നോ പ്രോബ്ലം. അതത് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടുക എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന, അപ്പോൾ തന്നെ നിരാശപ്പെടുന്ന പലരും ഉണ്ടല്ലോ കർത്താവേ. അങ്ങൊരു അത്ഭുതം ചെയ്യണമേ. പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും ഒന്നിലും വിജയം കാണാതെ നിരാശപ്പെട്ട് ഇനി ഇതാണ് വിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ദമ്പതികൾക്ക് കൂടെ കർത്താവ് അത്ഭുതകരമായി പൈതങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന അകത്ത് വിശ്വസിക്കുക. കർത്താവിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയും. ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ബ്ലോക്കുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ അതവിടെ കാണുകയില്ല. മാത്രമല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഡിസ്കംഫർട്ട് കർത്താവ് എടുത്തു മാറ്റുകയാണ്. താങ്ക് യു ലോർഡ്. അതുപോലെ കാതിലൊരു മൂളൽ ശബ്ദം കേൾക്കുകയും കേൾവിക്കുറവ് അനുഭവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ, ഒരു കാതിലാണ് നിങ്ങൾക്ക് പ്രശ്നം, യേശുവിൻ്റെ നാമത്തിൽ ആ കാത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളിലുള്ള രോഗങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, അസ്ഥികൾ ദ്രവിച്ച് വല്ലാതെ ആയിപ്പോകുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഷുഗർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവെ അങ്ങ് അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അപൂർവ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. അലർജികൾ സൗഖ്യമാകുന്നു. താങ്ക് യു ലോർഡ്. ആസ്മ രോഗം ഇപ്പോൾ മാറട്ടെ, സൗഖ്യമാകട്ടെ. രോഗം എന്താണെങ്കിലും അതല്ല, രോഗമല്ല, ഒരു മാനസിക പ്രയാസമാണ്, സാമ്പത്തിക വിഷയമാണ്, അതല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണ്, സമാധാനമില്ലായ്മയാണ്, എന്താണെങ്കിലും യേശുവാണ് പരിഹാരം. കൈനീട്ടി നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹത്തെ യേശുവിൽ നിന്നും സ്വീകരിക്കുക. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കുടുംബത്തിൽ വല്ലാത്ത അസ്വസ്ഥതയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിജയ് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് ഒരു വലിയ സമാധാനം അനുഗ്രഹവും നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന ഞാൻ കാണുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഇന്നും നാളെയുമായിട്ടാണ്. ഇന്ന് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. നാളെ വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് നടക്കുന്നത്. ഇതിൽ രണ്ടിലേക്കും ഓരോരുത്തരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും നിരവധി സ്ഥലങ്ങൾ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ വന്ന് ഒരു ദൈവിക കൂട്ടായ്മയിൽ വചനത്തിലും അനുഗ്രഹങ്ങളിലും വളരുവാൻ, പരിശുദ്ധാത്മ നിറയിൽ വളരുവാൻ നിങ്ങൾക്കൊരവസരമാണ്. അതുകൊണ്ട് തീർച്ചയായും
ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാ ഞായറാഴ്ചയും 9:30 മണി മുതൽ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. മാത്രമല്ല ലൈവ് ടെലികാസ്റ്റിലൂടെ എല്ലായിടങ്ങളിലും ഒരേ സന്ദേശം ലഭിക്കുന്നതാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീർന്ന എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇംഗ്ലീഷ് പരിഭാഷ മൈ പ്രേ ഡയറി, ഇതിൽ 50ഓളം സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ് നൽകുന്ന, പരിശീലിപ്പിക്കുന്നൊരു പുസ്തകമാണ്. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ചാൽ നിങ്ങൾക്ക് തപാൽ മാർഗം അത് അയച്ചു തരുന്നതാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോഴും നിങ്ങൾക്കിത് ലഭിക്കും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ബൈബിൾ അന്യൂലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇടയനായിരുന്ന പ്രവാചകനാര്? Who was a prophet among shepherds? Options: A. രമ്യാവ്, B. ആമോസ്, C. ദാനിയേൽ, D. ഹോശേയ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഈ ആഴ്ചയിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും കൂടാതെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കും നൽകപ്പെട്ട വളരെ പവർഫുള്ളായ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സന്ദേശം ഈ ആഴ്ചയിലെ പല ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കേൾക്കും.